ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AD&RS വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ചിക്കൻ കട്ട്ലേറ്റ്. എങ്ങനെയാണ് അത് തയ്യാറാക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഇതിനാവശ്യമുള്ള സാധനം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും എല്ലില്ലാത്ത ചിക്കൻ പുഴുങ്ങി വെച്ചതുമാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാള അരിഞ്ഞത്, ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായി ഇതുപോലെ ഉടച്ചെടുക്കണം. കട്ടകളില്ലാതെ നന്നായിട്ട് ഉടച്ച് ഇതുപോലെ ആക്കണം. പിന്നീട് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ളത് മിക്സിയിൽ നമ്മളിതുപോലെ അടിച്ച് വയ്ക്കുക. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് വാട്ടിക്കൊടുക്കണം. നന്നായിട്ട് വാടി വരുന്നവരെ നമ്മൾ അതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അടി പിടിക്കാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കനും ഉരുളക്കിഴങ്ങും ഗ്രേവി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കുക. കട്ട പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമ്മളിതുപോലെ നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണേ. നല്ല രീതിക്ക് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഓരോ ഉരുളകളാക്കിയെടുത്ത് ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് ആക്കിയെടുക്കാം കേട്ടോ. ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ ആക്കി കുറേശ്ശെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇപ്പം എല്ലാം നമ്മളതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മുട്ടയുടെ വെള്ള, പിന്നെ അതുപോലെ റിസ്ക് പൊടിച്ചിട്ടുള്ള അതിൻ്റെ പൊടിയാണ് മിക്സിയിൽ. മുട്ടയുടെ വെള്ളയിൽ മുക്കി ഓരോ കട്ട്ലേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ റിസ്ക് പൊടിയിലേക്ക് ഇതുപോലെ മുക്കി വയ്ക്കുക. ഫുള്ളായിട്ട് നമ്മൾ നല്ലോണം മുക്കി വെക്കണം കേട്ടോ, നല്ല രീതിക്ക്. അങ്ങനെ എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയിൽ മുക്കിയ ശേഷം റിസ്ക് പൊടിയിൽ ഇതുപോലെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. പാൻ എടുത്ത് ഓയിൽ നല്ല രീതിയിൽ ഒഴിച്ച് നല്ലോണം ചൂടാവാൻ വെക്കണേ. ഓയിൽ നല്ല തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, ഇത്തിരി ഇട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ അടുത്ത് തന്നെ നിന്നത് നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിതുപോലെ നന്നായിട്ട് എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് വരും. നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്ത് നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ടേ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റി കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.